ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവം നമുക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കൃപ നൽകി. ഇനി അവസരമുണ്ട്. ദൈവത്തിന് അല്പസമയത്തെ വായന ചിന്തയ്ക്കായി നമ്മൾ സമയം വേർതിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കഴിഞ്ഞ നാളിലെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. മോൾക്കും കടന്നു വന്ന ആഗ്രഹമുണ്ട്. ശനിയാഴ്ചയൊക്കെ ജോലിയുള്ളത് കൊണ്ടാണ് കടന്നു വരാൻ സാധിക്കാത്തത്. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു. ആൽവിയ ദൈവത്തിന് നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനയാണ് ഞങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്തയ്ക്കായി നമുക്ക് ഏവർക്കും സുപരിചിതമായ റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 7-8 വാക്യം. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഗ്യം ലോകത്തിന്റെ ഭാഗ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അതെ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവില്ലാത്ത മഹാപ്രതിഫലങ്ങളോടെ കർത്താവിനോടൊപ്പം യുഗായുഗം വസിപ്പാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്റെ അനുഭവം വെളിപ്പെടുത്തുന്നത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുക. ദൈവത്തിന് സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തെ നാം വായിക്കുന്നത് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് തന്റെ അനുഭവമാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാവീദിനൊരു പൂർണ്ണനായതുകൊണ്ടല്ല, പൂർണ്ണ വിശുദ്ധനായതുകൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കാലഘട്ടത്തില് ശ്രേഷ്ഠ പ്രവാചകനായ ശൗമേലിനെ അയച്ച് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി വാഴിപ്പാൻ തക്കവടിയായി തീർന്നെന്ന് ദാവീദ് സ്വന്തമായി സമ്മതിക്കുക. തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെ അവഗണിച്ചപ്പോൾ ദൈവം ആടുകളുടെ കൂടെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ വിളിച്ചു വരുത്തി. അതുവരെയും പ്രവാചകൻ കാത്തിരുന്നു. ദേശത്തെ പ്രമാണികളും പ്രധാനികളുമായവരുടെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം ദാവീദിനെ അഭിഷേകം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുന്നു, അഭിഷേകം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആട്ടിടയനെ രാജാവാക്കി, കിരീടം കൊടുത്തു, അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആട്ടിടയന്റെ വസ്ത്രമാക്കി രാജവസ്ത്രം നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പദവികൾ നൽകി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഈ പദവികൾ ലഭിച്ചതോ രാജാവായതോ ദൈവത്തിന് സ്തോത്രം ഇതൊന്നുമല്ല ദാവീദിന്റെ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ദൈവം അധർമ്മം മോദിച്ച് ദൈവത്തിന് പാപം ക്ഷമിച്ചതെന്ന് ദൈവത്തിന് സ്തോത്രം. പാപം മറച്ച് ദൈവത്തിന് സ്തോത്രം ഇസ്രായേലിന്റെ മറിച്ചതുകൊണ്ടാണ് ഇസ്രായേലിന്റെ രാജാവായി തീരുവാനൊക്കെ റെഡിയായി തീർന്നത് ദാവീദ് ഓർമ്മപ്പെടുത്തുക. ഇത് ദാവീദ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ തലമുറകളോ നമ്മുടെ പദവികളോ പാരമ്പര്യങ്ങളോ അല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരണശിക്ഷയ്ക്ക് നിത്യ നരകത്തിന് യോഗ്യരായിരുന്ന നമ്മളെ കാലാകാലങ്ങളായി ദൈവം വിളിച്ചു. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ ഭക്തന്മാർ ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളും ലംഘനങ്ങളും ക്ഷമിച്ച് കാലാകാലങ്ങളായി വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി സ്വർഗീയ പൗരന്മാരാക്കി ദൈവമക്കളാക്കി തീർത്തു. ഏതു സമയത്തും ഏത് സാഹചര്യത്തും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ അപേക്ഷകൾ അറിയിക്കുവാൻ അധികാരം തന്നതാ നമ്മുടെ മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകിയാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ആ ദൈവസന്നിധി നാം നിഷ്കളങ്കരായി ദൈവത്തിന് സ്തോത്രം വിശുദ്ധരായി ജീവിപ്പാൻ ദാവീദ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇത് എടുത്തു പറയുവാൻ കാരണം അപ്പോസ്തലനായ പൗലോസിന്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയെ ദൈവജനത്തെ ഇല്ലാതാക്കുവാൻ മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങി പട്ടാളക്കാരുമായി ദമസ്കോസിലേക്ക് യാത്ര തിരിച്ച പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവ കർത്താവ് സന്ദർശിച്ചു.
സന്ദർശനത്തിൽ തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പൈസ നിലത്ത് വീണു. വീണ പൗലോസിനെ നേർവീതിയിലെ യൂദയുടെ വീട്ടിൽ എത്തിച്ചു. 3 ദിവസം അവിടെ ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥനയിലിരുന്ന ദൈവത്തിന് സ്തോത്രം. പൈസ പൗലോസിന്റെ അടുത്തേക്ക് ദൈവത്തിന് സ്തോത്രം അനന്യാസിനെ ദൈവദാസനായ ദൈവവൃത്തനായ ദൈവത്തിന്റെ അഭിഷക്തനായ അനന്യാസിനെ പറഞ്ഞയച്ച ദൈവത്തിന്റെ ദർശനം പൗലോസിനോട് അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ഒരു മാനപാത്രമായി തന്നെ കണ്ടിരിക്കുന്നു എന്ന ദൈവീയ ദർശനം കേട്ടപ്പോൾ ദർശനത്തിന് പൗലോസ് കീഴടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പൈസോൺ അതിനുവേണ്ടി ദൈവത്തിന് സ്തോത്രം പല കഷ്ടങ്ങൾ അനുഭവിപ്പാൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല തന്റെ പാരമ്പര്യവും പൗരത്വവും വിദ്യാഭ്യാസവും പദവികളും ചപ്പും ചവറുമായി എണ്ണിയപ്പോൾ പൗലോസിനെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ പല പദവികളും നാം വെറുക്കുവാൻ തയ്യാറാകുമ്പോൾ ആ ദൈവം നമ്മെ മാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പൈസ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ ദൈവം നമുക്ക് വേണ്ടതൊക്കെയും നൽകിത്തരും. കർത്താവ് പറഞ്ഞു, മുന്നമേ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സർവ്വവും ലഭിക്കും. ഹല്ലേലൂയ. ലഭിച്ചതിന്റെ പുറകെ നോക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർന്നുകൊണ്ടിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടത് നൽകും. പൗലോസ് തനിക്ക് സകല പദവികളും ശവറം എണ്ണിയപ്പോൾ ദൈവം പൗലോസിനെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി കൊടുത്തു. സ്വർഗീയ വെളിപ്പാടുകൾ നൽകി. 3-ാം സ്വർഗത്തോടും എടുക്കപ്പെട്ട സ്വർഗീയ ദർശനങ്ങൾ പൗലോസിന് നൽകി. ജാതികളിൽ നിന്നും ദൈവത്തിന് സ്തോത്രം യഹൂദന്മാരിൽ നിന്നും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ഒരു മാനപാത്രമാക്കി പൗലോസിനെ ഉപയോഗിച്ചു. അനേക സഭകൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവനന്തപുരത്തിൽ 14 ലേഖനങ്ങൾ എഴുതിപ്പാൻ പൗലോസിന് കൃപ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു, കഷ്ടത അനുഭവിച്ചു, പീഡനമേറ്റു, പട്ടിണി കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് ദൈവത്തിന്. കർത്താവ് പറഞ്ഞു, എന്നെ അനുഭവിക്കുന്നവന്റെ കൂശെടുത്ത് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ ദൈവവേദലായി ജീവിക്കുമ്പോൾ കഷ്ടങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. വളരെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം. എന്നാൽ അതൊക്കെയും നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം കഷ്ടങ്ങളിൽ സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ദൈവം നമ്മെ മാനിപ്പാൻ തക്കവടിയായി പൗലോസിനെ മാനിച്ചതുപോലെ ദൈവം നമ്മെ മാനിപ്പാൻ തക്കവടിയായി തരും. മാത്രമല്ല പൗലോസ് മരിക്കുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എന്താണ്? അത് നീതിയുടെ കിരീടമാണെന്നും അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷയിൽ തനിക്ക് നൽകുമെന്നും വളരെ വെളിപ്പാട് നൽകി. മാത്രമല്ല പൗലോസ് ആ വെളിപ്പാട് നമുക്ക് വേണ്ടി നൽകി. കർത്താവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ഏവർക്കും അത് നമുക്കും ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യാശ പൗലോസ് നൽകുവാൻ തക്കണം വെടിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യഹൂദന്മാരുടെ ചിന്ത ദൈവപ്രസാദം നേടുവാൻ യാഗങ്ങൾ നടത്തിയാൽ മതി, നേർച്ചകൾ നടത്തിയാൽ മതി, സൽപ്രവൃത്തികൾ ചെയ്താൽ മതി, ദൈവപ്രസാദം നേടാം എന്നതാണ്. എന്നാൽ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നേർച്ചകൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും യാതൊരു പ്രയത്നം കൊണ്ടും ദൈവത്തിൽ നിന്ന് പ്രസാദം നേടുവാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രസാദം നേടണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ടാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രസാദം നേടുവാൻ അസാധ്യമാകത്തുള്ളൂ. അത് ഉദാഹരണമായിട്ട് ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 4:22 അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന് സ്തോത്രം അബ്രഹാമിനെ അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അതെ, അബ്രഹാമിന്റെ അതിന്റെ മുകളിൽ ഒരു വാക്യം കൊണ്ടെന്ന് 21 കൂട്ടി. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ദൈവകൽപ്പനപ്രകാരം നിന്നതുകൊണ്ട് അബ്രഹാം ന്യായപ്രമാണത്താലല്ല ദൈവത്തിന് സ്തോത്രം അതെ വിശുദ്ധീകരിപ്പാൻ തക്ക വടിയായി തീർന്നത്, ദൈവപ്രസാദം നേടുവാൻ തക്ക വടിയായി തീർന്നത് അബ്രഹാമിന്റെ വിശ്വാസത്താലാണെന്ന് പൗലോസ് ഇവിടെ എടുത്തു കാണിക്കുക.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നൽകിയ വാഗ്ദത്തം തന്റെ ശരീരം അലിയ നിർജീവമായതും സാറിയുടെ ഗർഭപാത്രം നിർജീവത്വമായതും ഗ്രഹിച്ചിട്ടും അലിയ തനിക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിച്ചപ്പോൾ അബ്രഹാമിന്റെ ശരീരത്തിന്റെ നിർജീവത്വം ദൈവം മാറ്റി, സാറിയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം മാറ്റി, ദൈവത്തിന് സ്വന്തം പുതിയ ബലവും പുതിയ ശക്തിയും തന്ന് ദൈവം വാഗ്ദത്തം കൊടുത്ത് ദൈവം വാഗ്ദത്തം നൽകുവാൻ തക്ക ഇടയായി തീർന്നു. അതുകൊണ്ട് അബ്രഹാം ന്യായപ്രമാണത്താലല്ല, തന്റെ വിശ്വാസത്താലാണ് നീതിയിരിപ്പാൻ തക്ക ഇടയായി തീർന്നതെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കാലാകാലങ്ങളായി ദൈവത്തിന്റെ ഭാഗ്യ പദവിക്കായി വിളിക്കപ്പെട്ട നാം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 32 2-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന് സ്തോത്രം പൈസോട് നാം വായിച്ചു. ദൈവത്തിന്റെ സ്തോത്രം പൈസോ ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ നമ്മൾ അകൃത്യം കണക്കിടുവാൻ അവസരം ഒരുക്കരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നാം നിഷ്കളങ്കരായി പരമാർത്ഥതരായി ദൈവത്തിന്റെ സ്തോത്രം ദൈവഹിതപ്രകാരം ജീവിച്ചാൽ ഹല്ലേലൂയ ഈ വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ തങ്ങുടയായി തീരും. സങ്കീർത്തനം 32:8 നാം വായിക്കുന്നു, അങ്ങനെ നാം ജീവിച്ചാൽ. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗീയ ഭാഗ്യ പദവിക്കായി വിളിക്കപ്പെട്ടവരാ നാം. ഹല്ലേലൂയ. നാം നിഷ്കളങ്കരായി പരമാർത്ഥകളായി ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് നമ്മിൽ അകൃത്യം കണക്കിടുവാൻ അവസരമില്ലാതെ ദൈവത്തിന് സ്തോത്രം വിശുദ്ധരായി ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പോകേണ്ട വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. നാം പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും നമ്മെ കാണുന്ന ഒരു ദൈവം ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന ദാവീദ് നമ്മൾ ഓർമ്മപ്പെടുന്നത്. ദാവീദിന്റെ അനുഭവമാണ്. നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ, തിരുവചനത്തിൽ അത് നമുക്ക് കാണുവാൻ തക്കവണ്ണം തീരും. ദാവീദിനെ കൊല്ലുവാൻ ദൈവത്തിന് സ്തോത്രം ശൗല് ഹല്ലേലൂയ പട്ടാള സഹിതം ഹല്ലേലൂയ ഒരു പട്ടിയെ അല്ലെ വേട്ടയാടുന്നത് പോലെ അടിയെന്ന പൗലോസ് തന്നെ ദാവീദ് തന്നെ പറയുന്ന ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ നടന്നിട്ടും ദൈവം വിടുവിച്ചു. ദൈവത്തിന്റെ ദാവീദിനെ കുറിച്ചുള്ള ഉദ്ദേശം ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ തക്ക ഇടയായി തീർന്നു. രാജാവാക്കുവാൻ അഭിഷേകം ചെയ്തു തക്ക സമയത്ത് ദൈവം ദാവീദിനെ രാജാവാക്കുവാൻ തക്ക ഇടയായി തീർന്നു. നമുക്കും ദൈവം തന്നിരുന്ന വാഗ്ദത്തങ്ങള് പ്രാപിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം നാം ജീവിച്ചാൽ, നിഷ്കളങ്കരായി പരമാർത്ഥകളായി നാം ജീവിച്ചാൽ ദൈവ വാഗ്ദത്തങ്ങൾ എത്തിച്ചേരുവാൻ തക്ക ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതെ, 2 തീമോഥെയോസ് 3:16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 2 തീമോഥെയോസ് 3:16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതെ, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവ ഭാഗ്യത്തിന് ദൈവം ഭാഗ്യവാനായി വിളിക്കപ്പെട്ട നാം ദൈവത്തിന് സ്തോത്രം ദൈവത്തെ ഭയപ്പെടണം, ദൈവ ഭയനപ്രകാരം ജീവിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ, ഗുണദോഷിക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ പ്രകാരം നാം ജീവിപ്പാൻ തയ്യാറാകണം. ഇവിടെ ദൈവത്തിന്റെ സ്തോത്ര അപ്പോസ്തലൻ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ സകല അഭ്യസനത്തിനും പ്രയോജനം ഉളവാക്കുന്നതാണ് ദൈവത്തിന്റെ തിരുവചനം. ദൈവത്തിന്റെ സ്തോത്രം. പൈസോ ഹല്ലേലൂയ. വിശ്വാസ ജീവിതം ഒരിക്കലായിട്ട് ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, തിരഞ്ഞെടുത്തു. അതായത് അത് സത്യമാണ്. എന്നാൽ നാം ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥമായ നേരായ പാതകൾ കണ്ടിട്ട് തിരഞ്ഞെടുത്ത് അതിൻ പ്രകാരം നാം ജീവിച്ചെങ്കിലേ നാം ഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുന്ന ദൈവത്തിന്റെ വനം ദൈവശാസ്യമാ. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായതാണ് ദൈവത്തിന്റെ വനം. 2:7 നാം വായിക്കുന്നു, ദൈവം മനുഷ്യനെ ഭൂമിയിലെ മണ്ണുകൊണ്ട് അധിക സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനഞ്ഞുണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദൈവിയായി തീർന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ ശ്വാസമായ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ദൈവത്തിന്റെ രാജാക്കന്മാരെയും ദൈവത്തിന്റെ സ്തോത്രം നിയന്ത്രിച്ചതിന്റെ ഫലമായിട്ടാണ് തിരുവെഴുത്ത് ഉളവായത്. അതുകൊണ്ടാണ് ദൈവവചനത്തിനെ നാം ദൈവശാസ്ത്രീയമായ തിരുവചനമെന്ന് പറയുവാൻ തക്കൊണ്ട് ഈ ആയി തീർന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിലെ ഓരോ
വാചകങ്ങളും ദൈവം പറഞ്ഞുകൂടത്തെ എഴുതിച്ചു എന്നല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തെറ്റുകൂടാതെ എഴുത്തുകാരുടെ അറിവിനും കഴിവിനും അപ്പുറമായ കാര്യങ്ങൾ എഴുതുവാൻ ദൈവം എഴുത്തുകാരെ തന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വചനം ദൈവശാസ്ത്രമാകിയാൽ അത് നമുക്ക് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ സകല അഭ്യസനമായി നാം അത് പ്രയോജനപ്പെടുത്തിയാൽ നാം സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവരായി തീരുവാണ്ടയായിത്തീരുന്ന അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവചനം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിലും നിലനിൽക്കുന്നതാണ്. ഇത് മാറ്റമില്ലാത്ത ദൈവവചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമുക്ക് പാപബോധം തരുന്നതാണ് ദൈവവചനം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമുക്ക് ആശ്വാസം തരുന്നതാ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജീവനും ചൈതന്യവും ഉളവാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിധിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് മൂർച്ചയുള്ള വാളാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത് ഹൃദയങ്ങളെ തകർക്കുന്നതാ, നുറുക്കുന്നതാ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ മുറിക്കുന്നതും മുറിവ് കെട്ടുന്നതാ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് മായമില്ലാത്ത പാല. അതേ ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പോഷക ഗുണം തരുന്നതാ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. രോഗസൗഖ്യം തരുന്നതാ. ഹല്ലേലൂയ. നമ്മെ നേരായ പാതയിൽ എത്തിക്കുന്നതാണ് ദൈവത്തിന്റെ തിരുവചനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാലാകാലങ്ങളായി ദൈവഭാഗ്യ പദവിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ടെന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തി. മത്തായി ശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളില് കർത്താവ് ഇപ്രകാരം പറയുന്നു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിശാചിന് അടിമപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവം നമ്മളെ കാലാകാലങ്ങളിൽ വിളിച്ചു, ദൈവം മക്കളാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. സൗഖ്യ പൗരന്മാരാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുൻപിൽ കർത്താവ് പറയുന്നു 2 വഴികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നാം തിരഞ്ഞെടുക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിന് സ്തോത്രം അത് തിരഞ്ഞെടുക്കണം. ഏതാ നേരായ പാത ഏതെന്ന് കണ്ട് അത് തിരഞ്ഞെടുക്കണം. ഇവിടെ കർത്താവ് പറയുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, 2 വാതിൽ. ഒന്ന് ഇടുക്ക് വാതിൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവന്റെ എന്നെ അനുഗമിക്കണം. ക്രിസ്ത്യ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാ. അത് അനുഭവിച്ച് സന്തോഷത്തോടെ മുന്നേറിയെങ്കിലേ ദൈവത്തിന് സ്തോത്രം നമുക്ക് ഭാഗ്യ പദവിയിൽ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. 2ാമത് പറയുന്ന വിശാലമായ വഴി നിത്യതയിലേക്ക്, വിശാലമായ വഴി നിത്യനാശത്തിലേക്കുള്ളതാ, നിത്യനരകത്തിലേക്കുള്ള. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 13:24 നാം ഇപ്രകാരം വായിക്കുന്നു, ഇടുക്കുവാതിലൂടെ പോവാൻ പോരാടുകയും. പലരും അത് വായിച്ചു. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയയില്ലതാനുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം. ഇടുക്കുവാതിലൂടെ എല്ലാവർക്കും കടക്കുവാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കടക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവ പ്രമാണപ്രകാരം ജീവിച്ച, ദൈവ കൽപ്പന പ്രകാരം ജീവിച്ച് ദൈവ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ ആ വാതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് നിരാശപ്പെട്ടു പോകാതെ, ദൈവത്തിന് ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ദൈവത്തിന് സ്തോത്രം പരിശോധന എന്നറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം അത് സന്തോഷത്തോടെ മുന്നേറുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറുവാൻ ഇടയായി തീർന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചുവാൻ സാധിക്കൂ. പൗലോസ് പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടങ്ങളിൽ സന്തോഷിക്കും. അവർക്ക് പ്രത്യാശയിൽ നിലനിൽപ്പാൻ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് സ്തോത്രം. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആകിയാൽ നമ്മളെ മുൻപിൽ വരുന്ന വഴികള് ദൈവത്തിന് സ്തോത്രം
അതെ വിശാലത കണ്ട് അതിലേക്ക് പോകാതെ ആ വിശാലത വഴി ഒരു ദൈവത്തിന് യോഗ്യതയുള്ള കടന്നു പോകുവാൻ ദൈവം നമുക്ക് ദൈവത്തിന് സ്വതം നിയമിക്കപ്പെട്ടതാണോ, ദൈവം അംഗീകരിക്കപ്പെട്ടതാണോ ദൈവത്തിന് സ്വതം എന്ന് നാം ചിന്തിക്കണം. ദൈവത്തെ 1-ാം സങ്കീർത്തനം വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരുപത്തി ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അത് ധ്യാനിച്ച് അങ്ങനെയുള്ളവർക്ക് ഈ ഭാഗ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിച്ച് പഠിച്ച് ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നു, ഏതു വഴി പോകണം, അത് ആ വഴി നാം നീങ്ങുന്നവർക്ക്, അത് തിരഞ്ഞെടുത്ത് അതിൻ പ്രകാരം ജീവിക്കുന്നവർക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വാക്യങ്ങളിൽ വിളിക്കപ്പെട്ടവരിൽ ഭാഗ്യപദവിക്കായി വിളിക്കപ്പെട്ടവരിൽ 2 സ്വഭാവങ്ങളുള്ളതായി അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം വിശ്വാസത്തില് പ്രത്യാശയിൽ നിലനിൽക്കുന്ന, വിശ്വാസം നിലനിൽക്കുന്നവരാ, ദൈവ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ ഭാഗ്യവതിക്ക് വിളിക്കപ്പെട്ടവരായെങ്കിലും നമ്മെ നിയന്ത്രിക്കുന്ന 2 സ്വഭാവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ജഡത്തിന്റെ സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. ആ ജഡത്തിന്റെ സ്വഭാവത്തിന് അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല, ദൈവത്തോട് ശത്രുതയുള്ളതാ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവ പ്രമാണങ്ങളെ പ്രമാണിപ്പാൻ നമ്മളെ അനുവദിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് ശത്രുതയായി തോന്നും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആത്മസ്വഭാവമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയമായി ജീവിപ്പാൻ തക്കമടിയായി തീർത്തുള്ളൂ എന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമയം പോയി വാക്കുകൾ ചുരുക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ ദൈവത്തിന് സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 13, 15 വാക്യങ്ങൾ, 16 വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 13, 15, 16 വാക്യം. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്വന്തമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പ്രാകൃതന് ദൈവത്തിന് സ്തോത്രം ദൈവനുസരിപ്പാനോ ദൈവകൽപ്പന അനുസരിപ്പാനോ സാധിക്കാത്ത, അവന് ദൈവാത്മാവില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഉള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ദൈവമായത് ചിന്തിപ്പാൻ സാധ്യമാകത്തുള്ളൂ. അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവിനായിട്ട് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. അത് ഞങ്ങൾക്ക് മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയമായത് വെളിവാക്കും. ദൈവത്തിന് സ്തോത്രം. അതെ, ഒരു ദൈവവേദല് ദൈവത്തിന് സ്തോത്രം. ദൈവ സ്വഭാവം ഉള്ളവരിൽ ദൈവാത്മാവ് ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തെ ആത്മീയമായ മർമ്മങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവടിയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, അതുകൊണ്ട് അവർ മറ്റുള്ളവരാൽ വിവേചിപ്പിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അവർക്ക് സർവ്വകാര്യങ്ങളും തെറ്റേത്, ശരിയേത്, അല്ലെങ്കിൽ പോകേണ്ട വഴിയേത്, ദൈവഹിതമെന്ത്, അതെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ദൈവത്തിന് സ്തോത്രം. അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ, അതുകൊണ്ടാണല്ലോ പറയുന്നത്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി നമ്മളെ സത്യത്തിലും നീതിയിലും വഴി നടത്തുവാൻ നമ്മുടെ കാര്യസ്ഥനായി നമുക്ക് നൽകിയത് പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന് നാം കീഴ്പ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെയും ദൈവത്തിന് സ്തോത്രം
അല്ലാതെയും ദൈവം നമ്മളോട് പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടും. ദൈവത്തിന് സ്തോത്രം. ഒരു തെറ്റ് വരുമ്പോൾ അത് തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് പറയും. ദൈവത്തിന് സ്തോത്രം, അത് തെറ്റാണ്, ദൈവം നിയോഗിച്ചതല്ല, നാം പോകേണ്ട വഴിയല്ല. ദൈവത്തിന് സ്തോത്രം. ആൽവിയാതെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് നമ്മളെ നിയന്ത്രിപ്പാൻ തക്കവടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതെ, പാപത്തെ കുറിച്ചും നീതിയത് ന്യായവിധിയത് എന്തൊക്കെ ബോധം വരുത്തി തരുന്ന പരിശുദ്ധാത്മാവ്. അത് ദൈവത്തിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാ. വചനം വായിക്കുമ്പോൾ അതിന്റെ മർമ്മങ്ങള്, അതേ ദിവ്യ ഹിതമെന്തെന്നും ദിവ്യ മർമ്മം എന്തെന്നും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അതിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്തോത്രം. ആ വചനം നമ്മുടെ ആത്മാവോട് ഇടപെടുവാൻ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നാം മറ്റാരെയും വിവേചിക്കാതെ, മറ്റാരും നമ്മളിൽ കുറ്റം കാണാതെ നാം ജീവിപ്പാൻ റെഡിയായിത്തീരുന്ന പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നുകൊണ്ടാ. പരിശുദ്ധാത്മ നമ്മുടെ കാര്യസ്ഥനായി ഇരിക്കുന്നതുകൊണ്ടാ. പരിശുദ്ധാത്മന്റെ കാര്യസ്ഥയ്ക്ക് നാം ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതെ, 1 യോഹന്നാൻ 2:16 നാം പ്രകാരം വായിക്കുന്നു. 2:16 ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകത്തിന്റെ ചിന്ത മരണം. അതോടെ അടുത്ത വാക്യം. ലോകവും അതിലുള്ള മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന് സ്തോത്രം. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതാ പലരെയും നമ്മളെ ഈ കാലഘട്ടത്തിൽ നാശത്തിലേക്ക് നയിക്കുന്നത്. ആദ്യ മാതാപിതാക്കളായ ആദാമിനെ ഹവ്വായെയും പിശാച് വഞ്ചിച്ച ഈ ഉദ്ദേശത്തോടെയാ കർത്താവിന്റെ അടുക്കലും ഈ പദ്ധതിയുമായി പിശാച് ചെന്നു. കർത്താവ് പിശാചിനെ ജയിപ്പാൻ തക്കവടിയായി തീർന്നു. ഈ കാലഘട്ടത്തിലും അനേകരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കൺമോഹവും ജഡമോഹവും ജീവിതത്തിന്റെ പ്രതാപവും കൊണ്ടാണ്. ഇത് വിവേചിച്ചറിയുവാൻ നാം തയ്യാറായാൽ അത് ഭാഗ്യവതി എത്തിച്ചേരുവാൻ തക്കവടിയായി തീരും. ഇവിടെ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വഴി ഏതെന്ന് നാം തിരിഞ്ഞെടുത്ത് ദൈവത്തിന് സ്തോത്രം നിഷ്കളങ്കരായി പരമാർത്ഥികളായി വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ തക്കണം സാധ്യമായി തീരും. നമ്മളെ വിളിച്ച വിളി നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യ പദവിക്കായി വിളിക്കപ്പെട്ടവരാ. അത് നമ്മുടെ ഭാഗ്യ ഈ ലോകത്തിലേതല്ല, നിത്യതയിലാണ്. കർത്താവിനോടൊപ്പം യുവായും വസിപ്പാനാണ്. അത് ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത മഹാപ്രതിഫലങ്ങൾ തന്ന് കർത്താവിനോടൊപ്പം വാഴേണ്ടവരാണ്. ആകയാൽ ഈ ലോകത്തിലെ താൽക്കാലികമായ ഇതിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിത്യഭാഗ്യം നഷ്ടപ്പെടുത്തി കളയരുതെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കും. ദൈവത്തിന്റെ സ്തോത്രം.